ഉറുമ്പിക്കരയിൽ കൂടി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മദാമക്കുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മദാമക്കുളത്തേക്കുള്ള വഴി അതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ചെറിയ വഴിയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് വളരെ നാരോ ആയിട്ടുള്ളൊരു വഴിയാണ്. രണ്ട് സൈഡിലും നിറച്ച് കാടുകളാണ്. ഇതുവഴി പോകുമ്പോഴാണ് നമ്മൾ മദാമക്കുളത്തേക്ക് എത്തുന്നത്. നല്ല മഴക്കാറുമുണ്ട്. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ആ സമയത്ത് ഇതുവഴി ഇറങ്ങാൻ വലിയ പാടാണ്. കാരണം നല്ല സ്ലിപ്പാകും. ഈ ചെറിയ വഴി കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മദാമക്കുളത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം കാണാവുന്ന. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്ന് കാടൊക്കെ നല്ല അടഞ്ഞ നല്ല ഇരുട്ട് നിറഞ്ഞൊരു കാടാണ് ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ സമയം ഒരു 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിൽ തന്നെ ഈ കാട്ടിലെ ഇരുട്ട് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി. ഇവിടേക്ക് വരുന്നവർ പരമാവധി ഒരു 4 മണിക്കൊക്കെ മുമ്പ് ഇതുവഴി വരുന്നതായിരിക്കും നല്ലത്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോഴേക്ക് ഇവിടെ നല്ല ഇരുട്ടിലേക്ക് മാറും. അടഞ്ഞ കാടായതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടിലേക്ക് മാറും. പിന്നെ നമുക്കൊരു പക്ഷേ വെളിച്ചമില്ലെങ്കിൽ തിരിച്ചു പോകാൻ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ നമ്മൾ നടന്ന് മദാമക്കുളത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. മദാമക്കുളത്തിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഏപ്രിൽ ആദ്യമായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് കാണാം, വളരെ ചെറിയ രീതിയിലാണ് വെള്ളം വീഴുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ മദാമക്കുളത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ആ മദാമക്കുളത്തിലേക്ക് വരുന്ന വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. കുളത്തിൽ അല്പം വെള്ളമുണ്ട്, പക്ഷേ അത് അഴുക്ക് നിറഞ്ഞാണ്. കാരണം വലിയ ഒഴുക്കില്ലാത്തത് കൊണ്ട് അഴുക്ക് നിറഞ്ഞതാണ്. എങ്കിലും നല്ല തണുത്ത കാറ്റും ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇതിപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എങ്കിലും അത്യാവശ്യം നല്ല കാറ്റും നല്ല തണുപ്പ് ഇവിടെയുണ്ട്. പക്ഷേ വെള്ളം കുറവാണ്. എന്നാലും മദാമക്കുളത്തിന് അതിൻ്റേതായൊരു ഭംഗിയുണ്ടല്ലോ അല്ലേ.